നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതെനിക്ക് നടുവേദന വരുന്നതിന് മുന്നേ ഞാൻ എടുത്തു വച്ചിരുന്ന വീഡിയോ ആണ്. അപ്പോഴാണ് അപ്രതീക്ഷിതമായി എനിക്ക് നടുവേദന വന്നത്. പിന്നെ ആ വീഡിയോ 1-2 ദിവസം പോട്ടെ എന്നങ്ങ് കരുതി കേട്ടോ. അപ്പോഴേക്കും നമുക്ക് അന്ന് എടുത്തു വച്ചിരുന്ന വീഡിയോ ഇന്ന് കാണിക്കാം. ഞാൻ എന്തൊക്കെയോ കാര്യമായിട്ട് പറയുന്നുണ്ട്. ഞാൻ പിന്നെ കുറച്ച് ഭാഗങ്ങളിൽ ശബ്ദമല്ല കേട്ടോ. അപ്പോൾ ഈ പകുതി വോയിസ് ഓവറും പകുതി വോയിസിലും ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഫുള്ള് ഞാനങ്ങ് മ്യൂട്ട് ചെയ്ത് കേട്ടോ. ഇന്ന് രാവിലെ തന്നെ കുറ്റിയും പറിച്ചിക്കാൻ നെട്ടയത്ത് വന്നിട്ടുണ്ട്. ഇന്ന് അച്ഛൻ എന്തൊക്കെയോ പരിപാടികളുണ്ട്. അച്ഛനൊന്ന് QRSൽ പോയി എന്തൊക്കെയോ ഷോപ്പിംഗ് ചെയ്യണം. പിന്നെ അച്ഛനൊരു ആയുർവേദ ഹോസ്പിറ്റലിൽ പോയിട്ട് അച്ഛന് ബാക്ക് പെയിൻ ഉണ്ട് കേട്ടോ. അപ്പോൾ ഡിസ്ക് കംപ്ലൈൻ്റ് ആണ്, തേയ്മാനമാണ്. അപ്പോൾ ഈ ബാക്ക് പെയിൻ ഇനി സർജറി മാത്രമേ അച്ഛന് ഒരു ഇതുള്ളൂ. അമ്മയ്ക്കും മുട്ടിൻ്റെത് ഒരു സർജറി മാത്രമേ ഇനി അമ്മയ്ക്കും ഒരു ഇതുള്ളൂ കേട്ടോ, ലാസ്റ്റ് ഇതെന്ന് പറയുന്നത്. ഇത് രണ്ടും രണ്ടു പേർക്കും ചെയ്യാൻ വയ്യ. അപ്പോൾ ഈ നടുവിൻ്റെ തേയ്മാനത്തിന് തടവിയാലൊക്കെ ഒരു പരിധി വരെ ആശ്വാസം കിട്ടുമെങ്കിലും തടവുന്ന സമയത്ത് കിട്ടും, പിന്നീട് വീണ്ടും അത് വരുന്നുണ്ട്. അപ്പോൾ എന്തോ ഫേസ്ബുക്കിൽ എന്തോ അച്ഛൻ ഒരു ആഡ് കണ്ടു, ഒരു ആയുർവേദ ബെൽറ്റ്, ഒരു ആയുർവേദ ഹോസ്പിറ്റലിൽ ഒരു ആയുർവേദ ബെൽറ്റ് കിട്ടും, അത് കെട്ടിയാൽ നടുവേദനയ്ക്കൊക്കെ നല്ല ആശ്വാസമുണ്ട് എന്ന് കേട്ടു. അപ്പോൾ ആയുർവേദ ബെൽറ്റിൽ വരുന്നത് കുറേ ആയുർവേദ മരുന്നുകൾ കൂട്ടുകളൊക്കെയാണ്, അതെല്ലാം ഫിക്സ് ചെയ്തിട്ടുള്ള ഒരു ബെൽറ്റാണ്. അത് ഈ കൈമനത്ത് എവിടെയോ അതിൻ്റെ ഒരു ബ്രാഞ്ച് ഉണ്ട്. അപ്പോൾ അവിടെ പോയി ഒരു ബെൽറ്റും വാങ്ങണം, QRSൽ പോയി കുറച്ച് ഷോപ്പിങ്ങും ചെയ്യണം കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞെങ്കിൽ പിന്നെ നമുക്കൊന്ന് പുറത്തുനിന്ന് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞപ്പോൾ വേദ ഇല്ലാത്തതുകൊണ്ട് അവരാരും പുറത്തുനിന്ന്, വേദ സ്കൂളിൽ പോയിരിക്കുകയാണ്, വേദ ഇല്ലാത്തതുകൊണ്ട് അവരാരും പുറത്തുനിന്ന് ഫുഡ് കഴിക്കത്തില്ല, വേദ ഉണ്ടെങ്കിൽ മാത്രമേ കഴിക്കത്തുള്ളൂ. ഞാൻ പറഞ്ഞു എൻ്റെ ബർത്ത്ഡേയുടെ വക ചിലവ് ഞാൻ ചെയ്യാം, ഉച്ചയ്ക്ക് ലഞ്ച് നമുക്ക് എവിടെയെങ്കിലും നല്ല ഊണ് കടയിൽ കയറി ഊണ് കഴിക്കാമെന്ന്. അച്ഛനും അമ്മയ്ക്കും അച്ഛന് പകുതി സമ്മതമുണ്ട്, അമ്മയ്ക്കും മുക്കാൽ ഭാഗ്യ സമ്മതമുള്ളൂ. പിന്നെ അമ്മയ്ക്ക് മുട്ടൊന്നും വയ്യാന്നും പറഞ്ഞ അമ്മയായിരുന്നു, ചീമ ഒട്ടും വരത്തില്ല എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ പിന്നെ ഞാനും അച്ഛനും കൂടെ പോകാമെന്നും പറഞ്ഞിരുന്നപ്പോൾ അച്ഛൻ പറഞ്ഞെങ്കിൽ വാ, നീയും വാ ചീമ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വിളിച്ച് കുഞ്ഞിയും റെഡിയാക്കി ഞാനും ചീമയും കുഞ്ഞിയും അച്ഛയും കൂടെ പോവാം കേട്ടോ. കുഞ്ഞിക്ക് ഞാൻ വേറെ ഡ്രസ്സൊന്നും ഇട്ട് കൊടുത്തില്ല, അവൾ ഉറക്കത്തിൽ കിടക്കായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഹെയർ ബാൻഡും ഒക്കെ വെച്ച് ഷൂസൊക്കെ വെച്ചപ്പോൾ അവളെ എഴുന്നേറ്റു. പിന്നെ ഡ്രസ്സൊന്നും ചേഞ്ച് ചെയ്യാൻ നിന്നില്ല, അത്യാവശ്യം നല്ലൊരു ഡ്രസ്സ് കുളിപ്പിച്ച് അപ്പോൾ ചേഞ്ച് ചെയ്തേ ഉണ്ടായിരുന്നുള്ളതുണ്ട്. പിന്നെ വേറെ ഡ്രസ്സൊന്നും മാറ്റാൻ നിന്നില്ല, ഉറക്കത്തിൽ നിന്ന് കൊച്ചിനെ എടുത്തുകൊണ്ട് പോവുക കേട്ടോ. ഇവിടെ എല്ലാം കയറിയിട്ട് ഇറങ്ങുമ്പോൾ തിരിച്ച് അച്ഛനെ കുറ്റി വയ്ക്കാമെന്നും പറഞ്ഞാണ് ഞാനും ചീമയും കൂടെ ഇറങ്ങിയത്. അപ്പോൾ കുഞ്ഞിയെ കൊണ്ടുപോകാതിരുന്നാൽ ശരിയാവത്തില്ല കേട്ടോ. അവൾ ഉറങ്ങി എഴുന്നേക്കാനുള്ള സമയമായി. അപ്പോൾ അവൾക്ക് രാവിലെ കുളിപ്പിച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഉറക്കമുണ്ട്, പിന്നെ ഉറക്കമൊക്കെ പാടാണ്, രാത്രി ഉറക്കമൊക്കെ കാണത്തുള്ളൂ. അപ്പോൾ കുളിപ്പിച്ച് ഉറക്കി എഴുന്നേൽക്കാനുള്ള സമയമായി. അപ്പോൾ അവളെ കൂടി കൊണ്ടുപോയില്ലെങ്കിൽ പറ്റത്തില്ല. അതുകൊണ്ട് ഞാനും ചീമയും കുഞ്ഞിയും അച്ഛനും കൂടെ പോവുകയാണ്. അമ്മ വരുന്നില്ല എന്ന് പറഞ്ഞ് അമ്മയ്ക്ക് ഒരുപാട് ജോലിയുണ്ട്. ജോലി എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് വരുമ്പോൾ കഴിക്കാനായിട്ട് കപ്പ മീൻകറിയൊക്കെ അമ്മ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രാവിലെയും ഞാൻ പറഞ്ഞു നമുക്ക് പുറത്തുനിന്ന് കഴിക്കാൻ തുടങ്ങിയപ്പോൾ അവരാരും വരുന്നില്ല. അങ്ങനെ അമ്മ പിന്നെ കുക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഉച്ചയ്ക്ക് വരുമ്പോൾ നമുക്ക് കഴിക്കാൻ വേണ്ടി. അങ്ങനെ കുഞ്ഞി പെണ്ണിന് സോക്സും നമ്മൾ അവിടെ നിന്ന് കാർഗിലിൽ നിന്ന് വാങ്ങിയ ഹെയർ ബാൻഡൊക്കെ കേട്ടോ വച്ചിരിക്കുന്നത്. അവൾക്ക് വളയോ ഒന്നും ഇടാനുള്ള സൈസ് ഇല്ല കേട്ടോ, അവളുടെ ഫുൾ ഇങ്ങനെ ലൂസായി കിടക്കുകയാണ്. ഇന്നിപ്പോൾ ഒരു കരിവള അഡ്ജസ്റ്റ് ചെയ്ത് ഇട്ടു, എവിടെയെങ്കിലും പോകുമ്പോൾ കരിവള മാത്രം എടുത്ത് കയ്യിലിടും. ഞാൻ കൊടുത്ത വളയോ കരിവള പോലും അവൾക്ക് കണക്കല്ല കേട്ടോ, അവൾക്ക് ലൂസാണ്. പിന്നെ ഇന്നിപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്ത് ഇട്ടു ഒരു കരിവള. പിന്നെന്തോ പറയാമെന്ന് മറന്നു പോയിട്ടോ. കൊച്ചിൻ്റെ ദേഹം ഫുൾ കൊതുക് കടിച്ച് വെച്ചേക്കാം കേട്ടോ, ഒരു രക്ഷയില്ല. വീടിൻ്റെ ഫ്രണ്ട് കാട് പിടിച്ച് കിടക്കുക, കാട്, അതിനകത്തില്ലാത്ത വന്യമൃഗങ്ങളില്ല. ആഴ്ചയിൽ ഒരു പാമ്പ് നമ്മുടെ വീട്ടിൽ കയറി വരും കേട്ടോ, എല്ലാ ആഴ്ചയിലും ഒരു പാമ്പ് നമ്മുടെ വീട്ടിൽ കയറി വരും. നമ്മുടെ വീട്ടിലല്ല, അവിടെ പരിസരത്തിലുള്ള എല്ലാ വീട്ടിലും വരുന്നുണ്ട്. കൊതുകാണെങ്കിൽ ഒരു രക്ഷയില്ല. എത്രയൊക്കെ നമ്മൾ കൂടെ വെച്ചാലും കഥ കടച്ചിട്ടിരുന്നാലും എങ്ങനെയൊക്കെ നോക്കിയാലും ഒരു ദിവസമെങ്കിലും കൊച്ചിനെ കടിക്കാണ്ടൊരു ദിവസമില്ല കേട്ടോ. അപ്പോൾ ചീമ പറഞ്ഞു, നീ ഒന്ന് വീഡിയോയിൽ പറഞ്ഞു നോക്ക്, ആർക്കെങ്കിലും എന്തെങ്കിലും ഇതിനൊരു പരിഹാരം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുമല്ലോ എന്ന് പറയും. അപ്പോൾ ആർക്കെങ്കിലും ഈ കൊതുകിന് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടെങ്കിൽ പറയണേ. നെറ്റ് ഇട്ടാൽ പോലും കൊതുകുണ്ട്, അതുകൊണ്ട് നെറ്റ് ഒരു മാർഗ്ഗമല്ല. എന്താണ് ഒരു ഐഡിയ, ഒരു പിടിയില്ല. കുഞ്ഞുള്ളത് കൊണ്ടൊന്നും കത്തിച്ച് വയ്ക്കാനോ ഒഡോമോസ് തേച്ച് കൊടുക്കാനോ ഒന്നിനും പറ്റത്തില്ലല്ലോ. അങ്ങനെ നമ്മളിതേ ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കുകയാണ്. കുഞ്ഞ് സുഖ ഉറക്കം, അവളുടെ കാർ സീറ്റിലിരുന്ന് അവൾ നന്നായിട്ട് ഉറങ്ങി. അപ്പോൾ എനിക്കത് ചുമന്നുകൊണ്ട് നടക്കാൻ പറ്റത്തില്ല, ഞങ്ങൾക്കാർക്കും ഇത്തിരി വെയിറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ സച്ചിൻ്റെ ഡ്യൂട്ടിയാണ് അത് ചുമക്കുക എന്നുള്ളത്. ഇപ്പോൾ സച്ചിൻ ഇല്ലാത്തത് കൊണ്ട് അച്ഛൻ വേണമെങ്കിൽ എടുക്കാമെന്ന് പറഞ്ഞാൽ പറഞ്ഞു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അവളെ കയ്യിലെടുത്തപ്പോൾ സുഖമായിട്ട് ഉറങ്ങുകയാണ്. തിരിച്ച് ആ സീറ്റിൽ വെച്ചപ്പോൾ അവൾ ഉണർന്നു കേട്ടോ. പിന്നെ അവളുടെ ആ സുഖം അങ്ങ് പോയി, അതിരുന്ന് അങ്ങനെ ഉറങ്ങിയിരുന്നായിരുന്നു. പിന്നെ അതിൽ ആ ഒരു സുഖം പോയി. പിന്നെ ഉണർന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കാഴ്ചയൊക്കെ കണ്ടിരിക്കാൻ. ആകാശത്ത് നോക്കി ഇങ്ങനെ ഇരിക്കും. ആകാശവും പച്ച ഇലകളൊക്കെ ഉള്ളതും ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക്.
കൂടയിലെടുത്ത് QRSനകത്ത് കയറ്റിയെങ്കിലും പിന്നെ അവിടെ നിന്ന് കയ്യിൽ എടുക്കുകയാണ് ചെയ്തത് കേട്ടോ. എനിക്ക് എടുത്തുകൊണ്ട് നടക്കാൻ അതുമില്ല. അപ്പോൾ അമ്മ 1-2 സാധനങ്ങൾ വാങ്ങിക്കാൻ പറഞ്ഞു വിട്ടിട്ടുണ്ട്. അമ്മയ്ക്കൊരു റൈസ് കുക്കർ മസ്റ്റായിട്ട് വേണം. വീട്ടിൽ 2 എണ്ണം കിടപ്പുണ്ട്, അതൊന്നും പോരാഞ്ഞിട്ട് ഒരെണ്ണം വേണം. പിന്നെ അച്ഛനൊരു ഫാൻ കൂടെ വാങ്ങി കേട്ടോ. നമ്മുടെ എന്തോ ഒരു ഫാൻ, അതിന് പിറകെയുള്ള റിമോട്ടിൽ വർക്ക് ചെയ്യുന്ന ഫാൻ, ആ ഫാൻ കൂടെ വാങ്ങി. പിന്നെ ഇപ്പം നമ്മൾ ആക്രിയൊക്കെ കൊടുക്കുന്ന ഭയങ്കര ഹൈടെക് വിദ്യയിലാണ് കേട്ടോ. നമ്മുടെ ക്ലിയർ സ്ക്രാപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പ് ഉണ്ടല്ലോ, അതുവഴിയാണ് ഇപ്പം വീട്ടിലായാലും എൻ്റെ അവിടെ ആയാലും ആക്രിയൊക്കെ കൊടുക്കുന്നത്. അതിൽ കൂപ്പൺ കിട്ടും. നമ്മുടെ QRSൽ എന്തോ ഷോപ്പ് ചെയ്യുമ്പോൾ എത്രയോ രൂപയ്ക്ക് ഷോപ്പ് ചെയ്യുമ്പോൾ ഒരു അബവ് 7,000 എന്തോ ഷോപ്പ് ചെയ്യുമ്പോൾ നമുക്കെന്തോ 2,000 വൗച്ചർ എന്തോ കിട്ടും. അപ്പോൾ അതെല്ലാം വൗച്ചറെല്ലാം റെഡീം ചെയ്തിട്ടുണ്ട്. ക്ലിയർ സ്ക്രാപ്പ് വഴി നമ്മൾ ആക്രി വിൽക്കുകയാണെങ്കിൽ, എത്രയോ എമൗണ്ടിന് ആക്രി വിൽക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു വൗച്ചർ കിട്ടും കേട്ടോ. അങ്ങനെ വൗച്ചറൊക്കെ റിഡീം ചെയ്തിട്ട് നമ്മളിതേ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. പോകുമ്പോഴേക്ക് ഒരു കടകളിലും ഉണ്ടായിരുന്നില്ല കേട്ടോ. കുഞ്ഞിയും കൊണ്ട് നിർത്തി ഇറങ്ങി വാങ്ങിക്കാൻ ഒരു സൗകര്യം ഉണ്ടായിരുന്നില്ല, നിർത്താനും ഒരു സൗകര്യം ഇല്ലാത്തത് കൊണ്ട് എല്ലായിടത്തും തിരക്കൊക്കെ ആയിരുന്നു. അച്ഛനെ കുറ്റി വയ്ക്കാമെന്നുള്ള പ്രതീക്ഷയിൽ വന്നതാണ്, പക്ഷേ അത് നടന്നില്ല. പിന്നെ വട്ടിയൂർക്കാവിലുള്ളൊരു ജ്യൂസ് കടയിൽ കയറി ഞാനൊരു കരിക്ക് ഷേക്ക്, ചീമ ഒരു ബൂസ്റ്റ്, അമ്മയ്ക്കൊരു ഗ്രേപ്പ് ജ്യൂസ് പാഴ്സൽ, അച്ഛനും ഒരു ജ്യൂസ് വാങ്ങിച്ച് കുടിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിൽ വന്നപ്പോഴേക്കും അമ്മ കപ്പയായിരുന്നു, മരിച്ചിനി അല്ല ചക്കയായിരുന്നു എന്നറിയത്തില്ല, ചക്കയായിരുന്നു എന്ന് തോന്നുന്നു കേട്ടോ. ചക്കയും ചൂര മീൻകറിയും നവര ഫ്രൈയും കോവയ്ക്ക ഫ്രൈയോ എന്തൊക്കെയോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ചോറും മീൻകറിയും അല്ല കേട്ടോ, ചക്കയും എല്ലാം എടുത്തു, കോവയ്ക്ക ഫ്രൈയും മീനും എല്ലാം എടുത്തിട്ട് കഴിച്ചു. പക്ഷേ ചൂര മീൻ അത്രയ്ക്ക് അങ്ങോട്ട് ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല, എങ്കിലും ഞാൻ വയറ് നിറച്ച് കഴിച്ചു കേട്ടോ. ചക്കയും മീനും ഒക്കെ ഉള്ളപ്പോൾ പിന്നെ നമ്മൾ എത്ര കൊള്ളില്ല എങ്കിലും നല്ല സ്വാദോടു കൂടി കഴിക്കുമല്ലോ, പ്രത്യേകിച്ച് ചൂര മീനാണെങ്കിൽ. എനിക്ക് ചൂര മീനെന്ന് പറഞ്ഞാൽ ഏതഴുക്കണമെങ്കിലും ഞാൻ കഴിക്കും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത്ര അഴുക്കെന്നല്ല, കൊള്ളില്ല എന്നല്ല, പക്ഷേ നമ്മുടെ സാധാ ചൂര മീനും ചക്കയും അല്ലെങ്കിൽ കപ്പയും കൂട്ടി കഴിക്കുന്ന ഒരു സ്വാദ് അങ്ങോട്ട് കിട്ടിയില്ല കേട്ടോ. അമ്മ മൊണ്ടി ബാക്കിൽ കൂടെ നമ്മുടെ സുകുമാരി അമ്മയില്ലേ, ഏത് സിനിമയോ സിനിമയുടെ പേര് മറന്നുമില്ല, നവ്യ നായരും ദിലീപൊക്കെ ഉള്ള കോമ എന്ന് പറഞ്ഞ് നടക്കും പോലെയാണ് അമ്മേൻ്റെ വീടിൻ്റെ പിറകിലൂടെ ഇങ്ങനെ കോമ കളിച്ച് നടക്കുന്നത്. അമ്മയ്ക്ക് മുട്ടൊട്ടും വയ്യ കേട്ടോ, ഒട്ടും സഹിക്കാൻ വയ്യ. ഞാൻ പറഞ്ഞില്ലേ, സർജറി മാത്രമാണ് അവസാനം ഒരു പോംവഴി. അമ്മ ചെയ്യാത്ത മരുന്നുകളില്ല. ഓരോ ദിവസവും ഇൻസ്റ്റയിലും FBയിലും ഓരോ ആഡ് കാണും, അതെല്ലാം വരുത്തിക്കും, അതെല്ലാം ചെയ്ത് നോക്കും. 2 ദിവസം നല്ല സുഖം ഉണ്ടാവും, 3ൻ്റെ അന്ന് അതിനെടുത്ത് കളയും കേട്ടോ. അതാണ് അമ്മയുടെ പരിപാടി. അച്ഛൻ ഈ ബെൽറ്റ് കെട്ടിയിട്ട് റിസൾട്ട് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഞാൻ പിന്നെ പറയാം. ഞാൻ അതിനുശേഷം നെട്ടയത്ത് പോയില്ല, അതുകൊണ്ട് ഞാൻ ചോദിച്ചില്ല. എനിക്ക് തോന്നുന്നില്ല വലിയ റിസൾട്ട് ഉണ്ടെന്നുള്ളത്. എന്തായാലും റിസൾട്ട് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും പറയാം. ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടുന്നെങ്കിൽ അതൊരു നല്ല കാര്യമല്ലേ. കാരണം ആയുർവേദ കൂട്ടുകൾ വെച്ചിട്ടുള്ളൊരു ബെൽറ്റ് എന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞ് ഊണെല്ലാം കഴിഞ്ഞ ശേഷം അമ്മയുടെ കുക്കറും കാര്യങ്ങളൊക്കെ പൊട്ടിക്കുകയാണ്. ആ കുക്കറിന് എന്തോ 5,000 എന്തോ വിലയായി കേട്ടോ. ഒരു 1.5 ലിറ്ററിൻ്റെ റൈസ് കുക്കറിന് അത്രയും വിലയാവോ? ഞാൻ ഇത് കഴിഞ്ഞ് വൈകുന്നേരം പേയാട് പോയിട്ടുണ്ടായിരുന്നു, നമ്മുടെ രാജാ മെറ്റൽസിൽ. അവിടെ റൈസ് കുക്കറിന് 2,000 രൂപയ്ക്കുള്ളിൽ എന്തേ ഉള്ളൂ കേട്ടോ. മേ ബി അത് ബ്രാൻഡിൻ്റെ ആവായിരിക്കും അല്ലേ, അങ്ങനെ ആയിരിക്കാം. പക്ഷെ ഞാനിത് കേട്ടിട്ടില്ലാത്തൊരു ബ്രാൻഡാണ്. നമുക്ക് ലൈല എന്നോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡാണ്. അതിനമ്മ നോക്കിയപ്പോൾ മുകൾ ഭാഗത്ത് കൈപിടിയില്ല. അയ്യോ കൈപിടിയില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് അമ്മ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും അമ്മയ്ക്ക് സംഭവം ഇഷ്ടപ്പെട്ടു. വീട്ടിൽ 3 റൈസ് കുക്കർ എന്തോ ഉണ്ട്, അത് പോരാഞ്ഞിട്ടാണിത്. അങ്ങനെ ഞാൻ ചോദിച്ചു ഇതിൻ്റെ ആവശ്യം എന്തെന്ന്. അപ്പോൾ എന്നോട് ചോദിക്കുകയാണ്, നിനക്ക് മാത്രമേ വീട്ടിൽ അതും ഇതുമൊക്കെ വാങ്ങാവോ, എൻ്റെ വീട്ടിൽ എനിക്ക് എന്തെങ്കിലും വാങ്ങിയാൽ അപ്പം ചോദ്യം ചെയ്യും. എപ്പോഴും ഞാൻ അങ്ങനെയാണ് കേട്ടോ, എന്തിനത് ഏതിനത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് എനിക്ക് സാധനങ്ങളൊന്നും വാങ്ങണ്ടേന്ന് ചോദിച്ച് എന്നോട് ദേഷ്യപ്പെട്ടു കേട്ടോ. സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്, എൻ്റെ വീട്ടിൽ എന്തും വാങ്ങാം. ഇവിടെ എന്തെങ്കിലും വാങ്ങുമ്പോൾ ഞാൻ ചോദിക്കും ഇതെന്തിനാന്ന്. കാരണം ഇവിടെ ഓൾറെഡി എല്ലാ സാധനങ്ങളും ഉണ്ട്. അതിൻ്റെ മീതൊക്കെയാണ് അതുപോലത്തെ സാധനം തന്നെ ചെന്ന് വീണ്ടും വാങ്ങുന്നത് കേട്ടോ. അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നതാണ് എന്തിനാന്നുള്ളത്. എന്തായാലും 1.5 ലിറ്ററിൻ്റെ എന്തോ ആണ്, കാണാനൊക്കെ നല്ല ക്യൂട്ടായിട്ടുണ്ട്. എൻ്റെ അവിടെ ഇതുപോലത്തെ റൈസ് കുക്കറായിരിക്കുന്നത്. അത് കണ്ടപ്പോൾ മുതൽ അമ്മയ്ക്ക് അന്ന് മുതൽ വാങ്ങാൻ വേണ്ടി ഇരിക്കുകയാണ് കേട്ടോ. അടുത്തത് ഫാൻ അൺബോക്സ് ചെയ്യുകയാണ്. ഞാൻ ഇനി ഫാൻ അൺബോക്സ് ചെയ്താൽ നിങ്ങൾക്ക് ഇതെടുത്ത് കെട്ടിത്തൂക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അതല്ല എങ്കിലും ഒന്ന് കാണണ്ടേന്നും പറഞ്ഞെടുത്ത് ഓപ്പൺ ചെയ്തൊക്കെ വയ്ക്കുക കേട്ടോ. അപ്പോൾ ഹോളിലിടാനാണ് ഇത് വാങ്ങിയത്. നമുക്കിവിടെ AC വയ്ക്കണം എന്നൊരാഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷേ ഭയങ്കര ഓപ്പണായിട്ട് കിടക്കുകയാണ്. അതുകൊണ്ട് AC വെച്ചാലൊന്നും കൂളിങ് ഒട്ടും കിട്ടത്തില്ല. അതുകൊണ്ട് ആണ് ഇവിടെ AC വയ്ക്കാത്തത്. അപ്പോൾ അതിന് പകരം ഈ ഒരു ഫാൻ ആകുമ്പോൾ ഹൈ സ്പീഡിൽ പോകും, നല്ല അത്യാവശ്യം നല്ല കാറ്റും കിട്ടും. ചൂട് സമയത്തൊന്നും ഇവിടെ ഇരിക്കാൻ പറ്റത്തില്ല
അറിയത്തില്ല കേട്ടോ, അതുകൊണ്ടാണേ. അപ്പോൾ എന്തായാലും ഈ ഫാനൊക്കെ നമ്മുടെ കണ്ണൻ്റെ കടയിലുണ്ടായിരുന്നു കേട്ടോ, നമ്മുടെ ശ്രീ ബിന്ദുസ് ഇലക്ട്രിക്കൽസ് ചാലയിൽ. ഞാൻ സ്ഥിരം വാങ്ങുന്നില്ല അവിടെ. അപ്പോൾ ഇതിപ്പോൾ QRS നിന്ന് വാങ്ങാനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ആ ഒരു കൂപ്പൺ കോഡും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് റെഡീം ചെയ്യുന്നത് QRS നിന്നാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ നിന്ന് വാങ്ങാമെന്ന് എഴുതിയത്. എന്നിട്ട് ഈ അച്ഛൻ എന്തുകൊണ്ട് വാഷിംഗ് മെഷീൻ QRS നിന്ന് വാങ്ങിയില്ല എന്ന് എനിക്കറിയത്തില്ല കേട്ടോ. നമ്മൾ വാഷിംഗ് മെഷീൻ വേറൊരു കടയിൽ നിന്നാണ് വാങ്ങിയത്. എന്നിട്ട് ഇതെല്ലാം അൺബോക്സിങ് എല്ലാം കഴിഞ്ഞിരുന്നപ്പോഴേക്കും നമ്മളെ കാണാനായിട്ടൊരു ഫാമിലി കാസർഗോഡ് നിന്ന് വന്നു കേട്ടോ. ആക്ച്വലി എന്നെ കാണാനായിട്ട് കാസർഗോഡ് നിന്ന് വന്നതല്ല, അവർ വേറെന്തോ ആവശ്യത്തിന് ട്രിവാൻഡ്രത്ത് നിന്ന് വന്നതാണ്. ഷൈന എന്നാണ് പേര്, ഷൈനയും ഫാമിലിയാണ്. അവർ എൻ്റെ നിന്ന് സാരി എല്ലാം വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വസ്ത്രയിൽ നിന്ന് സാരി എല്ലാം വാങ്ങി, അങ്ങനെ ഉള്ള പരിചയമാണ്. വസ്ത്രയുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് ട്രിവാൻഡ്രത്തുണ്ടെന്ന് കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ വീട്ടിലാണ്, അപ്പോൾ ലുലുവിൽ വരാൻ പറ്റും. അപ്പോൾ ലുലുവിൽ വരാൻ പറ്റത്തില്ല, ഞാൻ വീട്ടിലാണ്, കുറച്ച് അത്യാവശ്യങ്ങളുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവർ വീട്ടിലെ ലൊക്കേഷൻ എല്ലാം ചോദിച്ചിട്ട് വീട്ടിലേക്ക് വന്നു കേട്ടോ. ഒരുപാട് സന്തോഷം കണ്ടോ. എന്നെ സ്നേഹിക്കുന്ന ഇങ്ങനെ കുറച്ച് പേരുണ്ട്, എനിക്കത് മാത്രം മതി കേട്ടോ, ധാരാളമാണ്. നമുക്ക് എന്ത് വലിയൊരു അവാർഡ് കിട്ടുന്നതിനെക്കാട്ടിയും ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ് നമ്മൾ സ്നേഹിക്കുന്ന കുറച്ച് പേര് കാസർഗോഡ് നിന്ന് വന്നിട്ട് അവർ പറയുന്ന സ്ഥലത്ത് എനിക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് ഞാനുള്ള സ്ഥലത്ത് അവരെന്നെ തേടി പിടിച്ച് വന്നു. അത് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ്, ഏറ്റവും സന്തോഷമുള്ള കാര്യം. നമ്മുടെ വീഡിയോസ് പണ്ട് മുതലേ സ്ഥിരം കാണുന്നവരാണെങ്കിൽ അറിയാം, ഇങ്ങനെ എന്നെ കാണണമെന്ന് ആഗ്രഹം പറയുന്നവരൊക്കെ പറ്റുകയാണെങ്കിൽ നമ്മൾ കാണാൻ ശ്രമിക്കാറുണ്ട്. എന്നെ ഏതെങ്കിലും രീതിയിൽ മെസ്സഞ്ചറിലോ ഇൻസ്റ്റാഗ്രാം വഴിയോ ഒക്കെ കോൺടാക്റ്റ് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ വസ്ത്രയിൽ നിന്ന് നമ്മുടെ സാരിയൊക്കെ വാങ്ങുന്നവരാണെങ്കിൽ അങ്ങനെ കോൺടാക്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ പലരും ഇങ്ങനെ നമ്മൾ ഉള്ള സ്ഥലത്ത് തേടി പിടിച്ച് വന്ന് നമ്മളെ കാണണം. അത്രയും സ്നേഹമുള്ളത് കൊണ്ടല്ലേ അങ്ങനെ വരുന്നത്. അപ്പോൾ എനിക്ക് ഷൈന മാത്രമല്ല, ഹസ്ബൻഡ്, ചേട്ടനും മക്കളും ഒക്കെ, മക്കളൊന്നും ചിലപ്പോൾ ഇങ്ങനെ അങ്ങ് വരാൻ ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികളായിരിക്കില്ല, പ്രത്യേകിച്ച് ആൺകുട്ടികൾ. പക്ഷെ മക്കൾ കൂടെ വന്നു, അതിൽ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. താങ്ക് യു സോ മച്ച്. അവരെന്നിട്ട് പിറ്റേ ദിവസം തന്നെ അങ്ങ് തിരിച്ച് കാസർഗോഡേക്ക് പോയി. നമ്മൾ കാസർഗോഡ് വരുമ്പോൾ വരണി എന്നൊക്കെ പറഞ്ഞ് അന്ന് വസ്ത്രത്തിൽ നിന്ന് സാരി വാങ്ങിയപ്പോൾ പറഞ്ഞായിരുന്നു. അതിന് മുന്നേ നമ്മൾ കാണാൻ പറ്റി, അതിൽ സന്തോഷമുണ്ട് കേട്ടോ. ഏതൊക്കെ കൈ നിറച്ച സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടാണ് വന്നത്. താങ്ക് യു സോ മച്ച് കേട്ടോ. അത് കഴിഞ്ഞ് എൻ്റെ കലാപരിപാടികൾ നെട്ടയത്ത് അവസാനിപ്പിച്ച ശേഷം ഞാൻ നേരെ തിരുമല വന്നു. എന്നിട്ട് അവിടെ നിന്ന് നേരെ രാജാ മെറ്റൽസിൽ വന്നു. ഞാൻ പറഞ്ഞില്ലേ വൈകുന്നേരം രാജാ മെറ്റൽസിൽ വന്നു എന്ന്. ഞാനൊരു കണ്ണാപ്പ വാങ്ങാനായിട്ട് വന്നതാണ്. നമ്മുടെ നാട്ടിൽ ഇതിനെ കണ്ണാപ്പ എന്ന് പറയും. നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്താ പറയുക എന്നുള്ളത് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഈ സാധനമാണ് കണ്ണാപ്പ. അപ്പോൾ ഇതിലൊക്കെ ചോറൊക്കെ ഇട്ട് വെച്ചാൽ വെള്ളം അങ്ങ് ഊറ്റി അങ്ങ് പോവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എൻ്റെ അവിടെ ഇരിക്കുന്നത് നെറ്റിൻ്റെ സാധനമായിരുന്നു കേട്ടോ. അതിങ്ങനെ കുറേ ആയപ്പോൾ ഇങ്ങനെ ഇളകി തുടങ്ങിയിട്ട് കയ്യിലൊക്കെ കയറി അത് മുറിയാൻ തുടങ്ങി. അപ്പോൾ അത് ഉടനെ തന്നെ അത് മാറ്റണം. അതുകൊണ്ട് ഞാൻ സ്റ്റീലിലത് കണ്ണാപ്പ വീട്ടിൽ നെട്ടയത്തിരിക്കുന്നതാണ് കേട്ടോ. അതുപോലത്തെ സാധനം വന്ന് നോക്കുകയാണ്. അപ്പോൾ വലുത് വാങ്ങണോ ചെറുത് വാങ്ങണോ എന്നുള്ള കൺഫ്യൂഷനിലാണ്. പല സ്റ്റൈലിലുണ്ട് കേട്ടോ. കുറച്ച് ഓട്ടയുള്ളതുണ്ട്, നിറയെ ഓട്ടയുള്ളതുണ്ട്, അലൂമിനിയത്തിലുണ്ട്, സ്റ്റീലിലുണ്ട്. അപ്പോൾ സ്റ്റീലിലെ മതി എന്ന് ഞാൻ പറയും, അലൂമിനിയം വേണ്ടാന്ന് പറഞ്ഞു. എന്നിട്ടൊരു കൺഫ്യൂഷൻ, വലുത് വാങ്ങണോ ചെറുത് വാങ്ങണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ. ഒരുപാട് ചെറുത് വേണ്ട, എന്നാൽ ഒരുപാട് വലുത് വേണ്ട, എങ്കിൽ പിന്നെ മീഡിയം സൈസ് വാങ്ങാമെന്നും പറഞ്ഞിട്ട് മീഡിയം സൈസിലുള്ള ഒരു കണ്ണാപ്പ വാങ്ങി. അപ്പോൾ എന്തായാലും കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ നാടേതാ, ആ നാട്ടിൽ ഇതിന് എന്താ പറയുന്നത്. മിക്കവാറും കണ്ണാപ്പ എന്നായിരിക്കും കേട്ടോ. ഞാൻ ഇവിടെ വന്ന് എനിക്കൊരു ചമ്മലായിരുന്നു, കണ്ണാപ്പ എന്ന് തന്നെയാണോ എന്ന് അറിഞ്ഞൂടാത്തതുകൊണ്ട് പറഞ്ഞു ഇങ്ങനെ കണ്ണാപ്പ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർ അങ്ങോട്ടേക്കാന്ന് പറഞ്ഞു. അവിടെ ചെന്നപ്പോൾ അവിടെ ഇല്ലയെന്ന് പറഞ്ഞു. എന്നിട്ട് ഈ സാധനം എടുത്ത് ചേച്ചിക്ക് മനസ്സിലായി കേട്ടോ. ഈ സാധനം എടുത്ത് കാണിച്ചപ്പോൾ പറഞ്ഞു ഞാൻ കിട്ടിയതിനെ കണ്ണാപ്പയെന്ന് തന്നെയല്ലേ പറയുന്നതെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു കണ്ണാപ്പ എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഒരു ധൈര്യമൊക്കെ കിട്ടി, ഇതിനെ കണ്ണാപ്പ എന്ന് തന്നെയാണ് പറയുന്നത്. തിരുവനന്തപുരത്ത് കണ്ണാപ്പ, നിങ്ങളുടെ നാട്ടിൽ പറയുക കണ്ണാപ്പി എന്നൊക്കെ പറയും പോലെ ആയല്ലേ. അപ്പോൾ കുഞ്ഞ് നല്ല ക്യൂട്ടായിട്ടുള്ളതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ കുഞ്ഞെടുത്തില്ല, കുഞ്ഞിന് എൻ്റെ വലിയ ജ്യൂസ് അരിപ്പിൻ്റെ അരിപ്പൊക്കെ ഉണ്ടതുകൊണ്ട് പിന്നെ കുഞ്ഞ് വേണ്ടാന്ന് എഴുതി ഒരു മീഡിയം സൈസിലുള്ള കണ്ണാപ്പയെല്ലാം എടുത്തു. അപ്പോൾ പഴയ രാജാ മെറ്റൽസ് മാറിയിട്ട് പുതിയതായിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ വലിയൊരു ഷോപ്പായിട്ട് തുടങ്ങിയിട്ട് 2 നില ബിൽഡിങ്ങിൽ വലിയ ഷോപ്പായിട്ട് രാജാ മെറ്റൽസ് തുടങ്ങിയിട്ടുണ്ട്. പേയാടാണ് രാജാ മെറ്റൽസ്. എനിക്ക് വസ്ത്രയിൽ ഈ പേയാട് തച്ചോട്ടുകാവ് ഏരിയയിലൊക്കെ ഓർഡർ ഉണ്ടെങ്കിൽ ഈ പേയാട് അവർ പറയും കൊറിയർ ചെയ്യേണ്ട, എവിടെയെങ്കിലും കൊടുത്തിരുന്നാൽ മതി എന്ന് പറയുമ്പോൾ ഞാനിങ്ങനെ രാജാ മെറ്റൽസിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. ഞാൻ നെട്ടയത്തൊരു കടയിൽ ഇതുപോലെ കൊടുത്തപ്പോൾ അവർ പറ്റില്ല, വെച്ചേക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. നമ്മൾ സ്ഥിരം വാങ്ങുന്ന ഒരു ഫാൻസി സ്റ്റോറിൽ ഇതുപോലൊരു കൊറിയർ ഒരാൾ വേണമെന്ന് പറഞ്ഞു. നമ്മൾ നെട്ടയത്തുനിന്ന് ഷോപ്പ് ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ കൊടുത്തേക്കാന്ന് പറഞ്ഞിട്ട് അവിടെ കൊണ്ടുവന്ന് പാഴ്സൽ എടുത്തപ്പോൾ അവർ പറഞ്ഞു വെച്ചേക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു.
കാരണം അവിടെ നിന്ന് സ്ഥിരം വാങ്ങുന്ന നമ്മൾ ഒരു സഹായം ചോദിച്ചപ്പോൾ അവർ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര ഒരു മാതിരി തോന്നി കേട്ടോ. ഈ രാജ മെറ്റൽസിലാണെങ്കിൽ 100 വട്ടം ഞാൻ കൊറിയർ കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ട്. അവർ സ്നേഹത്തോടെ അത് വെച്ചിട്ടുമുണ്ട്. സ്നേഹത്തോടെ തന്നെ കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ അവർ ചെന്ന് ചോദിക്കുമ്പോൾ എത്തിച്ച് കൊടുക്കാറുമുണ്ട് കേട്ടോ. അപ്പം നല്ല കൂട്ടാണ് അവരായിട്ടൊക്കെ. അപ്പോൾ എന്നോട് ചോദിച്ചു വീഡിയോ എടുക്കാൻ വരാത്തെന്തേ, ഉദ്ഘാടന ദിവസം വരാത്തെന്തേ, ഒരു ദിവസം വന്ന് വീഡിയോ ഒക്കെ എടുക്കണം കേട്ടോ, നമ്മൾ വലിയ ഷോപ്പാക്കി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പേയാട് എത്തുന്നതിന് മുന്നേ ലെഫ്റ്റ് സൈഡിലാണ് ഇപ്പോൾ രാജ മെറ്റൽസ് ഉള്ളത് കേട്ടോ. എനിക്ക് ഞാൻ ഇവിടെ നിന്നാണ് എല്ലാ സാധനങ്ങളും വാങ്ങുന്നത്. അത്യാവശ്യം നല്ല റേറ്റൊക്കെ ഇട്ട് അവർ തരാറുണ്ട്. അതുകൊണ്ട് എല്ലാ സാധനങ്ങളും ഞാൻ ഇവിടെ നിന്ന് തന്നെയാണ് പത്രങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങുന്നത്. എൻ്റെ വീട്ടിലിരിക്കുന്ന വലിയൊരു പ്ലേറ്റ് ഉണ്ട്. അതൊരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട്, ഈ പ്ലേറ്റ് എവിടെ നിന്നാണ്, പ്ലേറ്റ് എവിടെ നിന്നാണ്. അതെല്ലാം ഇവിടെ നിന്നാണ്. അഥവാ എന്തെങ്കിലും നമുക്ക് വേണം ഇവിടെ ഇല്ല എങ്കിൽ പറഞ്ഞിരുന്നാൽ അവർ എത്തിച്ചു തരും കേട്ടോ. അത് കഴിഞ്ഞ് നേരെ ഞാൻ റോബി ചേട്ടൻ്റെ കടയിൽ പോയി. എൻ്റെ ബർത്ത്ഡേയുടെ തലേ ദിവസമുള്ള വീഡിയോ കേട്ടോ ഇത്. അവിടെ ചെന്ന് ഞാൻ പായസത്തിന് സാധനമൊക്കെ വാങ്ങുകയാണ്. നമ്മളന്ന് കുട്ടികൾക്ക് പായസമൊക്കെ വെച്ച് കൊടുത്തില്ലേ, പക്ഷേ എനിക്ക് വയ്യായിരുന്നു. ഇന്ന് ചെറിയൊരു വേദന ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് നാളെ കുഴപ്പമുണ്ടാവില്ല എന്ന് കരുതിയാണ് പായസത്തിൻ്റെ സാധനമെല്ലാം വാങ്ങി നേരെ വീട്ടിൽ പോയത്. അപ്പോൾ എന്തായാലും നമ്മുടെ ബർത്ത്ഡേ വിശേഷങ്ങളും അടുത്ത ദിവസത്തെ വിശേഷങ്ങളെല്ലാം നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വിശേഷമല്ല, അന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. തലേ ദിവസം ഇത്രയും ഹാപ്പി ആയിട്ടിരുന്ന എനിക്കാണ് പെട്ടെന്നൊരു നടുവേദന വയ്യായിക വന്നത് കേട്ടോ. ഈ സമയമൊക്കെ ചെറിയൊരു നടുവേദന ഉണ്ടെങ്കിലും ഞാനത് അത്ര കാര്യമാക്കിയില്ല. പക്ഷേ അടുത്ത ദിവസം അത് നല്ല കാര്യമായിട്ട് തന്നെ വന്നു. അപ്പോൾ എന്തായാലും അന്നത്തെ വിശേഷം ഇവിടെ കഴിയാണ്. നമുക്ക് പുതിയൊരു നല്ല വിശേഷമായിട്ട് ഉടനെ തന്നെ കാണാം. അപ്പോൾ അതുവരേക്കും ടാറ്റാ, ബൈ ബൈ.